കർത്താവിന്റെ വലിയ നാമായിട്ട് എന്റെ പേര് ആൽഫ്രഡ് എന്നാണ്. അപ്പോൾ തന്നെ എന്റെ നാട്ടിലറിയുന്നത് ദാസനാണ്. എന്റെ ജന്മസ്ഥലം ചെല്ലൂരും ഇപ്പൊ താമസിക്കുന്നത് കൊട്ടാരക്കരയും കുന്നിക്കോടിലും ഇടയ്ക്കുള്ളതാകുന്ന ചേത്തടി മയിലാടുംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ഞാൻ ദീർഘവർഷമായി കർത്താവിന്റെ വേലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദാസനാണ്. അപ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഞാനിത് 3-ാം പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ പലരും തോന്നും ഇത് പറയുന്നത് ശരിയാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം വന്നപ്പോൾ 2ാമത്തെ ലൈനിൽ നിന്നാണ് അന്ന് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന് സഹകരിച്ചു. അതിന് മുൻപ് ഒരു പ്രാവശ്യം ഇവിടെ ഈ ലൈനിൽ വന്ന് സഹകരിച്ചു പ്രാർത്ഥനയിൽ ഞാൻ ഇരുന്ന് പോയതാണ്. 3ാമത്തെ പ്രാവശ്യമാണ് ഒരു മീറ്റിങ്ങിനായിട്ട് തന്നെ സ്റ്റേജിൽ കയറുന്നത്. ഇവിടെ മറ്റ് ആരെയും എനിക്ക് പരിചയക്കാരൊന്നുമില്ല. ഇവിടെ പരിചയമുള്ളത് പറഞ്ഞാൽ പാസ്റ്റർ ഇന്ന് കണ്ടുള്ള പരിചയം അന്നുള്ള 2 പ്രാവശ്യം ഇവിടെ പാസ്റ്റില്ലായിരുന്നു. പാസ്റ്റർ അമേരിക്ക പോയിരുന്നു. മറ്റുള്ളവരെ അവയെ കണ്ടവരുമുണ്ട്, കാണാനുള്ളവരുമുണ്ട്. പിന്നെ ഇവിടെ കടന്നു വരാൻ മീറ്റിംഗ് ക്രമീകരിച്ചത് സജി സക്രിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ റൂമിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. ഞാൻ ഇവിടെ വരാനിടയായ എന്റെ അനുഭവസാക്ഷികളെ അല്പം പറഞ്ഞ് കറക്റ്റ് പറഞ്ഞ സമയത്ത് വണ്ടിയുടെ ഡോർ തുറന്ന് ഇറങ്ങുകയായിരുന്നു. അതെന്ന് പേടിക്കില്ല, കാരണം ഞാനും ഒരു ഡ്രൈവറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയുള്ള ആളെങ്ങനെ വണ്ടി ഓടിക്കാൻ നിങ്ങൾ ചിന്തിക്കണ്ട. ആമേൻ, ആനക്കാരൻ ആനയുടെ തൊള്ളായിട്ടല്ല കൊണ്ടു നടക്കുന്നത്. പാപ്പാനാണെങ്കിലും അവൻ ആനയെ മലക്കാനറിയാം. അതുകൊണ്ട് എനിക്കും സമയപരിധി ഏറ്റവും കൃത്യനിഷ്ഠയാണ് എന്റെ ആത്മീയ പിതാവ് എന്നെ അത് വൃത്തികാൽ 5 മിനിറ്റ് കൂടെ പ്രത്യേകം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് ഉപയോഗമാക്കി നിർത്തുന്നതായിരിക്കും. ഞാൻ ഇവിടെ വരാനിടയായത് എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ തന്നെ എനിക്ക് 107ാമത് ഒരു കുഞ്ഞ് ജനിച്ചു. അത് ഈ നാട്ടിലാണ് ജനിച്ചത്. അങ്ങനെ 107ാമത്തെ കൊച്ചിന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. കുഞ്ഞുങ്ങളില്ലാത്ത പലർക്ക് വേണ്ടി ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം ഒരുക്കി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു CPM-ൽ പെട്ടതാക്കുന്ന ഒരു സഹോദരി ഞങ്ങളുടെ വേണ്ടി എല്ലാ മാസം 2ാം ചൊവ്വാഴ്ച ഓൺലൈൻ പ്രയറുള്ള പ്രയറിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ മകൾക്ക് 9 വർഷമായി കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് ഒരു തലമുറ കൊടുത്തു. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരൊരു പേപ്പർ എടുത്ത് തരികയും അന്ന് അവരൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് കിട്ടണമെന്നും അറിയത്തില്ല, 5 മീറ്റിംഗ് ഞാൻ ക്രമീകരിച്ച് തരും, ബാക്കിയുള്ളത് വേണമെങ്കിൽ പാസ് ഒപ്പിച്ചോ എന്ന് പറഞ്ഞ് 5 മീറ്റിംഗ് ക്രമീകരിച്ചാണ് അവരെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ജനിച്ച കുഞ്ഞ് അബുദാബിലാണ്. ആ കുഞ്ഞിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നിൽക്കാൻ മറ്റൊരു റൂമെന്ന് പറയുന്നത് മൊത്തത്തിൽ ഇതിനകത്തുള്ള ചെറിയൊരു റൂമാണ്. അതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ സഹിച്ചാലും ഒരു 15 മിനിറ്റുള്ള പരിചയമുള്ളൂ. അച്ഛനെ ഫോൺ ചെയ്തു. അച്ഛൻ പറഞ്ഞു പോലെ എന്റെ കൂടെ ഇവിടെ ആരുമില്ല, അപ്പൊ പാസ്റ്റർമാർ തീരുമാനിച്ചുള്ളതാണ്, അതുകൊണ്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിൽ വന്ന് പാർക്കുവാൻ സർവശക്തനായ കർത്താവ് സഹായിച്ച് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ദൈവത്തിന്റെ അമ്മ ഇടയാക്കി വേഗത്തിൽ അതുകൂടെ എന്റെ അനുഭവസാക്ഷ്യത്തെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആമേൻ ഞാൻ ദൈവത്തിൽ താല്പര്യപ്പെടുന്നു. എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ആമേൻ 2 വർഷമുണ്ട്. 1998 2000 ആണ്ടാണ് ഞാൻ ഈ 29ാമത്തെ വർഷമാണ് ഇപ്പോൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. അതിൽ 98 2000 മറക്കാൻ പറ്റില്ല. കാരണം എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിൽ മറ്റു വലിയൊന്നുമില്ല. എന്റെ മാതാവും പിതാവും ഞങ്ങൾ 8 മക്കളും, സഹോദരിമാര് 3 പേര്, അവരെ വിവാഹം ചെയ്യാൻ ഞാനാണ് മൂത്തയാൾ. അപ്പോൾ ഞാൻ അടൂരിന്റെ അടുത്ത് പറക്കോട് ചുരുളിക്കൽ പറഞ്ഞ സ്ഥലത്ത് ഞാൻ സഭാസുരയിൽ ഇരിക്കുമ്പോൾ എന്റെ ഒരു പെങ്ങൾ ചോദിച്ചു, ഞങ്ങളെയൊക്കെ ആര് കെട്ടിച്ചു വിടുമെന്ന് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വ്യക്തമായി മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, എന്നാൽ ഒരു ഡ്രൈവർ വിസയിൽ അങ്ങനെ പോയി ജോലി ചെയ്യാൻ വേണ്ടി സൗദിയിൽ പോയി. സൗദിയിൽ ചെന്നപ്പോൾ എനിക്ക് അന്ന് ദൈവത്തിന്റെ ആടിനെ വേറൊരു ഇടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി. എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത് ടയറില്ലാത്ത 500 ആട്, ഒരു ടാങ്കർ ലോറിയാണ്. അങ്ങനെ നീണ്ട 18 മാസവും 21 ദിവസവും ലൈറ്റ് വെട്ടം കാണാതെ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്ന ജോലി വ്യക്തമായി ഒന്ന് ചെയ്യുവാനിടയായി. അപ്പോഴാണ് യഥാർത്ഥ ഒരു ഇടയന്റെ ജോലി വ്യക്തമായി പഠിച്ചത്. കാരണം നീ കുഞ്ഞുങ്ങളെ മാറോടെ അടച്ച് തള്ളകളെ പതക്കം നടത്തണമെന്ന് പറഞ്ഞു. അടുത്ത ഒരു 1-2 മാസത്തോടെ കഴിയുമ്പോഴത്തെ ആടിന്റെയൊക്കെ പേരും പിറപ്പിന്റെയും കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ട സമയത്ത് ഒരു ദിവസത്തെ ഉച്ച കഴിഞ്ഞ് പ്രസവിക്കുന്ന ആടിന്റെ കുഞ്ഞുങ്ങൾ നടക്കാറില്ല. അതിനെ കൂടെ കൂട്ടിച്ചേർത്ത് കുഞ്ഞുങ്ങളെ പോലെ മാറോടെ ചേർത്തണയ്ക്കണം. ഈ തള്ളകളെ പതക്കെ നടത്തണം. ഇങ്ങനെയുള്ളതാകുന്ന നിലയിൽ നീണ്ട 18 മാസവും 21 ദിവസവും മരുഭൂമിയിൽ ആ നാടിനെ മേയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ AC ഇല്ല, ഒന്നുമില്ല. ഈ മണ്ണിനകത്തുള്ള ജീവിതമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച വരും, വെള്ളിയാഴ്ച അദ്ദേഹം തിരിച്ചു പോകും. അങ്ങനെ എനിക്കും അവിടെ ചെന്ന് പിന്നെ വേറെ മനുഷ്യനോടുള്ള ഒരു വാസമില്ല. പിന്നെ ഞാൻ ചെന്നിറങ്ങിയ ദിവസം തുടങ്ങി ഞാനൊരു സ്വന്തമായി ഒരു കലണ്ടർ എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു 3 മാസം എന്തായാലും തികേട്ട 3 മാസം ആകുമ്പോൾ ഇവൻ ശമ്പളം കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരോട് ചോദിക്കാൻ എന്ത് പറയാനാ, എങ്കിലും ഒരു സുഡാനിയെ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി. സുഡാനി ഞാനുമായിട്ട് മിക്കവാറും ദിവസങ്ങൾ കണ്ടുമുട്ടി സംസാരിക്കും. അങ്ങനെ എന്താ സംസാരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് കൈയും കാലും എടുത്തുള്ള പരിപാടികളേ ഉള്ളൂ. ഇങ്ങനെ സംസാരിച്ച് അദ്ദേഹം കുറെ ഞാൻ കാണിച്ച ആക്ടിവിന് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാനത് വ്യക്തമായി പഠിക്കാനിടയായി. അങ്ങനെ 3 മാസമായപ്പോൾ ഞാൻ എന്റെ കബീലിനോട് പറഞ്ഞു, ഒള്ളെ മാഫി റാദിവാന ഇന്ത്യറോ അല്ല ഷുഗർ മാഫി ഷുഗർ.
അങ്ങനെ 2 പ്രാവശ്യം അവരോട് ചോദിച്ചു, മാഫി എന്താ ശുഗൽ മാഫി മാഫി ശുഗൽ. 3ാമത്തെ പ്രാവശ്യം ശമ്പളം കിട്ടി, ശിവത്തിന്റെ ഇറക്കി ഒറ്റ അടിയായിരുന്നു. അപ്പൊ ഈ അടിയുടെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു രക്ഷയില്ല. വീണ്ടും 5ാമത്തെ മാസം ഒരു അടി. അന്നത്തെ അടി പിടിച്ചപ്പോൾ പാടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഔവൽ തന്നെ മാഫി മുഷ്കിൽ താനി പറത്താൻ അന്നമാവോ ധനമാവോ ധന കല്ല് വേണ്ടി ഇതിന്റെ തന്നെ ഞാനും കൂടെ ചെന്നിരും. എന്നാലും ഇനി അരികൊള്ളുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞ് അവനുമായിട്ട് നല്ല വ്യക്തമായ ഒരു ചെറിയ യുദ്ധം അന്ന് അവിടെ വെച്ചുണ്ടായി. അതിനുശേഷം മനസ്സിൽ ചിന്തിച്ചു, ഇനി ഇവരൊരു പണി കൊടുക്കണം. ആ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്നത് ചില ദിവസങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവിടുന്ന് കൂടാതെ മാറ്റി മറ്റൊരു പരിപാടിയിൽ കൊണ്ടടിച്ചു. അവിടെ വെച്ചൊരു ഹെവി ടവറിൻ്റെതാകുന്ന പണി നടന്നുകൊണ്ടിരുന്ന അതിലുള്ള 2 പേർ കണ്ടപ്പോൾ സംശയം തോന്നി. അതൊരു തലക്കെട്ട് വരുന്ന ദിക്കുകാരനും ഒരു മദ്രാസി അരിബിലിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു വരുങ്ങൾ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ എഞ്ചിനീയർ മലയാളിയാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം 10 വരെ കയറിയാൽ നിന്നെ രക്ഷപ്പെടുത്തേക്കുന്നു. അങ്ങനെ അവിടുന്ന് ചാടി. അതിനുശേഷം റിയാദിൽ വന്നു. നീണ്ട 1.5 മാസത്തോടെ അവിടെ പാർക്കാനിടയായി. അങ്ങനെ ഒരു റൂമിൽ പാർത്തപ്പോൾ അദ്ദേഹം മുഖാന്തരം ഒരു പാസ് എടുത്ത് കൊണ്ടാക്കി പ്രാർത്ഥിക്കാനും പാടുവാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. ഒരു 14 ദിവസം ജയിലിലും കിടന്നിട്ട് ആമേൻ കർത്താവിനോട് പ്രാർത്ഥിച്ചവരെ കർത്താവ് തന്നെ ജീവനോടെ ജന്മദേശം കൊണ്ട് കാണിച്ചു. അന്ന് കർത്താവിനോട് കാര്യം പറഞ്ഞു, എന്നെ ജന്മദേശം കൊണ്ട് കാണിച്ചാൽ ഭൂമിയിൽ എവിടെ പോയാലും ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് കർത്താവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റുന്നതല്ല, എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറഞ്ഞത്, വേറൊരാളുടെ അനുഭവമല്ല. ഇത് ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരു ഗൾഫുരാജ്യം കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ദൈവാത്മ വീട് പറഞ്ഞിട്ട് ഞാൻ വിദേശം എന്റെ അതിലോട്ടായിരിക്കുന്നത്. അപ്പൊ എനിക്കും ചിന്ത തോന്നി അതെങ്ങനെയാണ് പോകുന്നത്. കാരണം പിന്നെ എന്റെ പാസ്പോർട്ട് ഇപ്പോൾ സൗകര്യയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ച് ഇവിടെ വന്നത് എന്ന് എനിക്ക് ആകപ്പാടെ 7ാം ക്ലാസ് പൂർത്തിയുള്ളൂ. പിന്നെ നാട്ടിലൊരു പുതിയ പരിപാടിയുണ്ട്. 7ാം ക്ലാസ് ജയിച്ചവർക്ക് നേരിട്ട് 10ാം ക്ലാസ്സിൽ എഴുതാം. അങ്ങനെ ഞാൻ തുല്യത എഴുതാൻ പോയി. അങ്ങനെ 10ാം ക്ലാസ്സിൽ 24 വർഷത്തിന് ശേഷം പുസ്തകം തുറന്നു നോക്കിയപ്പോൾ എന്തോന്ന് എനിക്കും അറിയത്തില്ല. കാരണം അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഇങ്ങനെ വലയുടെ കണക്കില്ലായിരുന്നു. കുളിക്കാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളായിരുന്നു. അതേ അറിയത്തുള്ളൂ, മറ്റേ അറിയത്തില്ല. എങ്കിലും പണിയൊക്കെ പറ്റിച്ചു തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ചിട്ട് ജയിച്ചു, 10ാം ക്ലാസ്സിൽ തോറ്റു. കാരണം BS സച്ചിദാനന്ദൻ ആ വർഷം ഭരണത്തിൽ ഇറങ്ങുന്നുള്ള അദ്ദേഹം പറഞ്ഞു, ഈ വർഷം തോറ്റാലും ജയിച്ചാൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്കും അദ്ദേഹത്തിന്റെ വാക്ക് ഒരുപോലായി. കാരണം ആ വർഷം തോറ്റവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്, അതുകൊണ്ട് എനിക്കും സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ ഒരു പാസ്പോർട്ട് എടുത്തു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇത്രയാണ് ഇന്ന് പകലിൽ എന്റെ സാക്ഷ്യം. ഇത്ര പറയുന്ന കാലം ഇതിന് വിരാമം എഴുതുന്നു. ഇനി ഉള്ളതാക്കുന്ന ദൈവവചനത്തിലേക്ക് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. വളരെ പ്രാർത്ഥനയുള്ള ദൈവത്തിലായിരിക്കാം. ദൈവത്തിന്റെ ആത്മ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ആമേ രാജാക്കന്മാരുടെ പുസ്തകം 17ാം അധ്യായം 9 വാക്യങ്ങൾ വേദത്തിൽ വായിച്ചുകൊണ്ടാല്. രാജാക്കന്മാരുടെ പുസ്തകം 17ാം അധ്യായം. നീ എഴുന്നേറ്റ് ഫിദോനോട് ചേർന്ന താരാഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് താരാഫത്തിൽ പോയി. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വായിക്കപ്പെട്ട വേദഭാഗത്തിനായി നന്ദി. പിന്നെ വിളമ്പുവാനുള്ള ആത്മീയ കൃപസ്വർഗ്ഗത്തിൽ തരണം സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൂതസംഘം ഇറങ്ങി കാകിളങ്ങളൂതി, ദൂതസംഘം ഇറങ്ങി കാകിളങ്ങളൂതി, വൃതസംഘം അവരുമായി ആകാശത്തിൽ കയറി, വൃതസംഘം അവരുമായി ആകാശത്തിൽ കയറി, വിവിധ ഘോഷമായി പ്രിയൻ മുഖം കാണാൻ, വിവിധ ഘോഷമായി പ്രിയൻ മുഖം കാണാൻ. ഇതാ നേരം വരുന്നു, വേഗം വരും നീതാ, ഇതാ നേരം വരുന്നു, വേഗം വരും നീതാ. അന്നു 2 നാരന്മാർ വയലിൽ വേലയ്ക്കിരിക്കും, അന്നു 2 നാരന്മാർ വയലിൽ വേലയ്ക്കിരിക്കും. 1 ദൂതനെടുക്കും, തോഴനെ കൈവേടിയും, 1 ദൂതനെടുക്കും, തോഴനെ കൈവേടിയും. തിരികല്ലിൽ പൊടിക്കും 2 ജനങ്ങൾ, തിരികല്ലിൽ പൊടിക്കും 2 ജനങ്ങൾ. ഒരുത്തി വാനിലേറും, മറ്റവേളെ വേടിയും, ഒരുത്തി വാനിലേറും, മറ്റവേളെ വേടിയും. യേശുരാജൻ വേഗം മേഘമാതിൽ വരുന്നു, യേശുരാജൻ വേഗം മേഘമാതിൽ വരുന്നു. ആശയോടുണർന്നു പാട്ടുപാടിടാം, ആശ
ആശയോട് പ്രാർത്ഥിക്കാം, കാത്തിരുന്നു വസിക്കാം. ആശയോട് പ്രാർത്ഥിക്കാം, കാത്തിരുന്നു വസിക്കാം. അരുമമണവാളൻ വേഗം വരുന്നീരാ, എന്റെ അരുമമണവാളൻ വേഗം വരുന്നീരാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരുമമണവാളനായ കർത്താവ് താമസമന കടന്നു വരും നിശ്ചയമായും. അതുകൊണ്ട് ഒരു വീട്ടിലായിരിക്കുന്ന അമ്മയായാലും മരുമോളായാലും മക്കളായിരുന്നാലും ആമൻ ഒരു കല്ലിൽ പൊടിക്കുന്നതാകുന്ന രണ്ടുപേർ ഒരുമിച്ചൊരു വീട്ടിലിരുന്നാലും ആമൻ രണ്ടുപേരും എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ പാട്ടുകാരൻ പറയുന്നു തിരികല്ലിൽ പൊടിക്കും, 24 ജനങ്ങൾ ഒരുത്തിവാലിലേറും ആമൻ മറ്റവളെ കൈവിടയും. ആമൻ അന്ന് വയലിൽ രണ്ടുപേർ ഒരുമിച്ച് വിഴുതുകൊണ്ടിരിക്കും, ഒരുവനെ എടുക്കപ്പെടും, മറ്റവരെ ആമെ കൈവിടപ്പെടും. അതിൽ പെടാതിരിക്കുവാൻ ദൈവമക്കളായിരിക്കുന്ന നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നു എങ്കിൽ സർവശക്തനായ കർത്താവ് നമ്മയും അപ്രകാരം ചേർക്കുമെന്ന് പൂർണ്ണമായി ഇന്ന് പകലിൽ വിശ്വസിക്കുകയാണ്. ഇവിടെ വായിക്കപ്പെട്ട വേദഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ആമൻ ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടാകിയ ആമൻ കാലഘട്ടത്തിൽ പ്രവാചകൻ ഒറ്റ പ്രവചനം പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് ഒറ്റ ഉറപ്പോടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്പസമയത്തേക്ക് അവന് വേണ്ടി വിശ്രമിപ്പാൻ ഒരു സ്ഥലം കർത്താവ് ഗലീലത്തോട്ടിൽ ഒരുക്കിയെങ്കിലും വീണ്ടും കർത്താവ് പറയുന്നു, എന്നും ഇവിടെ ഇരിപ്പല്ല, അടുത്തതായ സ്ഥലം നിനക്ക് സീദോനോട് ചേർന്ന് സാരാപത്തിലേക്ക് പോകാനാണ്. എന്തിന് സാരാപത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആമൻ കട്ടള വരുമ്പോൾ ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്ന ആമൻ ഒരു കുടുംബത്തെ ദൈവാത്മാവ് കണ്ടെന്ന് പറഞ്ഞു. ആമൻ അവന്റെ കുടുംബത്തിന് വേണ്ടുന്നതാകുന്ന ഭദ്രത നിന്റെ മക്കളുണ്ട്, അത് ഞാൻ നിന്നെ ഇനി സീദോനോട് അയക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സീദോനോട് ചേർന്ന് സാരാപത്തിലേക്ക് പോകണമെന്ന് ആമൻ ഏലിയാവിനോട് പറയുമ്പോൾ ഒരമ്മ പറയുന്ന ഒരു വാക്കിലാണ്, ആമൻ ആകപ്പാടെ ഒരു പിടി മാവുണ്ട്, ഇതുകൊണ്ട് ഒരു അടയുണ്ടാക്കി തിന്നത് മക്കളെ, എന്തെല്ലാം പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും നമുക്ക് ഉറപ്പോടും ധൈര്യത്തോടും കർത്താവിന് വേണ്ടി മരിക്കണമെന്ന് വ്യക്തമായി ഉറച്ചതാകുന്ന ഒരു മാതാവിൻ്റെതാകുന്ന ആമൻ ഭാഗമാണ് നമ്മൾ വായിച്ചു വെച്ചത്. അതേസമയം കഷ്ടത വന്നപ്പോൾ ഇനി ജീവിക്കുവാൻ മറ്റൊരു മാർഗം വേണമെന്ന് പറഞ്ഞ ദൈവസന്നിധി വിട്ടുപോയതാകുന്ന മറ്റൊരു കുടുംബമുണ്ട്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു എരിവിലേക്ക് നല്ലതാകുന്ന ഭാര്യയും 2 മക്കളെയും കൂട്ടിക്കൊണ്ട് പറഞ്ഞു, നമുക്കിവിടെ പാർത്തിട്ട് വലിയ കാര്യമില്ല, ഇപ്പോൾ ക്ഷാമമാണ്, നമുക്ക് ക്ഷേമമായി ജീവിക്കാൻ, നമ്മുടെ മക്കളെ പുലർത്തുവാൻ, അവരെ വളർത്തുവാൻ, അവരെ സമ്പൽ സമൃദ്ധിയിൽ കൊണ്ടെത്തിക്കുവാൻ അല്പസമയം പ്രാർത്ഥന ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് പോകാം മോവാബിലേക്ക് എന്ന് പറയുവാനിടയായി. അപ്പോൾ ദൈവത്തിനാകുന്ന സന്നിധിയിൽ നിൽക്കുന്ന ഒരു കുടുംബം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതാകുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്നതാകുന്ന കുടുംബം, അത് ബേത്ലഹേമിലുള്ള കുടുംബം, ദർശനം കണ്ട കുടുംബം, ആമേൻ വ്യാഖ്യാനം അറിഞ്ഞ കുടുംബം ഇപ്പോൾ പറയുന്നു, ക്ഷാമം വന്നപ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ വിഷയം ക്ഷേമമായി നമ്മുടെ മക്കളെ പുലർത്തണം. അപ്പൊ ക്ഷേമമായി നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാനുള്ളതല്ല ദൈവത്തിനാകുന്ന പ്രമാണം. അതുകൊണ്ട് പ്രമാണമെന്നോ പ്രമാണം പറയുന്നത് പോലെ അനുസരിക്കുവാൻ ഒരു ദൈവമയൽ ആ കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. ആ കൃത്യനിഷ്ഠയിൽ പോകുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഞാൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിക്കും. തക്ക സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ തക്ക സമയത്ത് അവന്റെ പാദപീഠത്തിൽ നാം അവൻ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നാം അറിയാതെ ദൈവം ഒരു ദൂതനെ നിന്റെ അടുക്കലേക്ക് അയക്കും. അപ്പോൾ ദൂതൻ എന്തിനൊക്കെ നമ്മുടെ അടുക്കൽ വരും എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദൂതൻ വരുന്നത് ചില അത്ഭുത പ്രവൃത്തിക്ക് വേണ്ടിയായിരിക്കും നിന്റെ അടുക്കലേക്ക് വരുന്നത്. ആ ദൂതന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട്, ഒരു ആത്മീയ ബോധം ഒരു ദൈവ പൈതലിന് വ്യക്തമായി ഉണ്ടാകണമെന്ന് ഇന്ന് പകലിൽ നമ്മൾ തിരിച്ചറിയാനിടയാകണം. കാരണം എന്ന് ചോദിച്ചാൽ, ദൂതൻ വരുമെന്നുള്ളത് ആത്മീയത്തിലും ഭൗതികത്തിലുള്ള വിഷയത്തിൽ വരും. അതിന്റെ ഒരു അനുഭവം എനിക്കൂടെ ഒന്നുകൂടെ പറയാനുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് വേഗത്തിനൊരു 100 രൂപയുടെ ആവശ്യമുണ്ട്, 100 ദ്രഹത്തിന്റെ ആവശ്യമുണ്ടായി. ഈ 100 ദ്രഹത്തിന്റെ ആവശ്യമുണ്ടായപ്പോൾ എനിക്ക് റൂമും കിടപ്പാണെന്ന് അച്ഛനോട് 100 രൂപ കട ചോദിക്കുന്ന മോശമല്ലേ? പിന്നെ ചിന്തിച്ച് ചോദിക്കാമെന്ന്. പക്ഷേ വേഗത്തിൽ എന്റെ ഹൃദയത്തിൽ ചിന്ത ചോദിക്കരുത്, നീ രാവിലെ പ്രാർത്ഥിച്ചിറങ്ങി നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നടന്ന് ഞാൻ റൂമിന്റെ അവിടെ നിന്ന് എത്തുസലാത്തിൻ്റെതാകുന്ന അടുക്കളയുടെ വഴി വന്നപ്പോൾ ഒരു വ്യക്തി എത്തുസലാത്തി മുതൽ താഴോട്ട് നടന്നു വരുന്നു. ആ മനുഷ്യൻ അടുത്തൊന്നുകൂടി എന്റെ അടുത്ത് മുസ്ലിം ചോദിച്ചു, പാസ്സാണോ? അതെ. എനിക്കത് പ്രാർത്ഥിക്കോ? എപ്പോഴാ? ഇപ്പോഴോ? ശരി, എവിടെ വെച്ച് പ്രാർത്ഥിക്കാം? ഗ്ലോറി എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന ശാസ്ത്രി. എന്നാൽ ഞാൻ പോട്ടെ പാസേ. സ്വോത്രം 100 രൂപ ഗ്ലോറി. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ആത്മ വഴിയിൽ വച്ചും ചെയ്യും. എവിടെ വച്ചെന്ന് പറയാൻ നമുക്ക് വേണ്ടിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിപ്പാൻ കൂടുതൽ സമയം വേണ്ട. അവൻ ആരുടെയൊക്കെ നീ ചോദിച്ചാൽ നീ കടമായി തിരിച്ചു കൊടുക്കണം. പക്ഷേ ദൈവാത്മാവ് തരുന്നത് തിരികെ കൊടുക്കേണ്ടതല്ല,
മരിപ്പനാക്കി പറയുമ്പോഴാണ് ആമൻ സീറോനോട് സാരാപത്തിലേക്ക് ചെല്ലുന്നു. ഇനി അവന്റെ മറുപടി, എനിക്ക് കുടിപ്പാൻ സാരം വെള്ളം. പോരുമ്പോൾ വെള്ളമെടുക്കാൻ പോകുമ്പോൾ അടുത്ത മറുപടി, പോരുമ്പോൾ ഒരു അടവിടെ കൊണ്ടുവരണേ. അവരുടെ മറുപടി, ആകപ്പാടെ ഒരു പിടി മാവും ആമൻ അല്പ എണ്ണയുള്ള ഉപദേശി എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട് ആമൻ ഞാൻ തിരിച്ച് വരുമ്പോൾ ഒരു ആമൻ വെള്ളം കൊണ്ടുവരാൻ അടകൊണ്ടുവരാനുള്ള കഴിവില്ല. ഇപ്പോൾ സാഹചര്യമാണ് ഇത് തന്നിട്ട് ഞങ്ങൾ മരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ മരിപ്പാൻ ആഗ്രഹിക്കുന്നവരെ ജീവിപ്പിക്കുന്നതാകുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകലിലും പറയുന്നതേ ഉള്ളൂ. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നീ അറിയാത്ത സമയത്ത് ഒരു ദൂതനെ നിന്റെ പുരക്കകത്തെ കൈകണ്ട് പറയും, അവൻ മരണം കൊണ്ടൊരു വിടുതലില്ല, മരണം കൊണ്ടൊരു സമാപനമില്ല. നിത്യതയെ കെട്ടിപ്പാൻ നീ പ്രാർത്ഥനയോടെ ജീവിക്കാൻ തയ്യാറാകുന്നു. ഒരു പിടി മാറുമായി കുഞ്ഞെ നീ ആദ്യം വരണ്ട ദൈവത്തിന് വേണ്ടി കൊടുക്ക. അമ്മേ, രണ്ടടയുണ്ടാക്കാമെന്ന് വിചാരിച്ച അമ്മ സമയത്ത് രണ്ട് ഇലയൊക്കെ എടുത്തുകൊണ്ടായിരിക്കും പോയത്. പക്ഷേ രണ്ടടയുണ്ടാക്കാൻ കൊണ്ടുപോയതാകുന്ന ഇലയും കൊണ്ട് അവിടെ ചിലപ്പോൾ ആമൻ പ്രാർത്ഥിക്കുന്ന മോനായതുകൊണ്ട് പ്രശ്നമുണ്ടാക്കില്ല. പക്ഷെ ഇന്നത്തേതാകുന്ന പല ആമൻ വീട്ടിലും ഉള്ളതാകുന്ന മക്കൾ ആമൻ ഉപദേശിക്കും ആമൻ ദൈവതാ മക്കൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുന്ന തലമുറകളാണ് ഇന്ന് പലയിടങ്ങളിലും ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മകൻ പറഞ്ഞത്, അമ്മച്ചി അങ്ങനെ ഒരു ഉപദേശി വന്നിട്ടുണ്ടെങ്കിൽ ആ ഉപദേശിക്ക് തന്നെ കൊടുക്കണം ആദ്യത്തെയാണ്. അപ്പൊ ആമൻ ഒരട ഉണ്ടാക്കാൻ ഉള്ള മാവുകൊണ്ട് രണ്ടട ഉണ്ടാക്കാൻ മാവിനെ വിഭാഗിച്ച് അടയുണ്ടാക്കാനായി ക്രമീകരണം ചെയ്തപ്പോൾ ആമൻ ഇതാ അമ്മ അടയും വെള്ളവുമായി തിരിച്ചും ഉപദേശിയെടുക്കൽ പോകുമ്പോൾ മോൻ ആമൻ ആ മാവിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. പക്ഷെ അമ്മ തിരിച്ചു വരുമ്പോഴേക്കും കളത്തിലെ മാവിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഭൃത്യന്റെ നാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് നൽകി ഒഴിപ്പാനിടയായി. മകളെ, ഇനി എന്നെങ്കിലും ദേശത്ത് മഴ പെയ്തൊരു അനുഗ്രഹത്തിന്റെ കാലഘട്ടം ഉണ്ടാകുന്ന കാലം വരെ നിന്റെ കരത്തിലെ മാവ് കുറയുവാൻ ദൈവാത്മാവ് അനുവദിക്കുകയില്ല. കാരണമെന്ന് നീ ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത്, നീ ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, നിന്റെ പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠമെന്ന് ദൈവത്തിന്റെ ആത്മാവ് കാണുന്നുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ ധൈര്യമായി തിരിഞ്ഞു പോക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് പകയിൽ ഓർത്തുകൊള്ളണം, ഇതാ കട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. ഏതെല്ലാം പ്രതികൂലം വരട്ടെ, ഏതെല്ലാം പ്രതിസന്ധി വരട്ടെ, ഏതെല്ലാം പ്രശ്നങ്ങൾ വരട്ടെ, പ്രശ്നങ്ങളുടെ നടുവിലും നിർത്താൻ കഴിവുള്ളവനായ ഒരു നസ്രയനായ കർത്താവുണ്ട്. ആ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നാം അറിയാത്ത ഒരു വലിയ മറുപടിയുമായി ദൂതനെ കർത്താവ് അകത്തയക്കാനിടയാകും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അവിടെ 12 പറയുന്നു, ഹേരോദാവ് ആമൻ യാക്കോബിനെ കൊന്നെങ്കിലും അടുത്ത ദിവസം പത്രോസിനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് അകത്തെ തടവിൽ 4 സേവകരുടെ നടുവിൽ കൊണ്ടിട്ടിരിക്കുമ്പോൾ 16 പേര് കാവൽ നിൽക്കുമ്പോൾ 17ാമനായി ഒരുവനായി നടുവിൽ കിടന്ന് ശക്തനായി ഉറങ്ങിയാണ്. എന്തായാലും മരിക്കുന്നെങ്കിൽ പിന്നെ ആമൻ എങ്ങനെയാണ് മരിക്കുന്നത്? ഉറങ്ങി തന്നെ മരിക്കുക. അവൻ സൂക്ഷ്മമായി നല്ല ഭംഗിയായി ഉറങ്ങുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായി. എന്തേ സഭയെ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ ദൈവദാസനെ വിടുവിക്കണം, അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരണം. പക്ഷെ നിയമപ്രകാരം പുറത്തു വരികയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്ക് ഇത് പകൽ സമയം പറയുന്നു, നീ അറിയാതെ വണ്ണം നിനക്ക് വേണ്ടി ഒരു ദൂതനെ നിന്റെ പുരക്കകത്തെ അയക്കുവാൻ, കാരാഗ്രഹത്തിനകത്തേക്ക് അയക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. അങ്ങനെ കഴിയുമെങ്കിൽ കാരാഗ്രഹം ആരും തുറന്നു കൊടുക്കണ്ട. നീ അറിയാതെ അകത്ത് ദൂതനിറങ്ങുമ്പോൾ ആമൻ നിന്റെ വിലാപ്പുറം തട്ടി എഴുന്നേൽപ്പിച്ച നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വാതിലൊക്കെ സ്വതവേ തുറന്നു മാറുകയാണ് പതിവാണ്. ആമൻ ഇവിടുത്തെ രാജ്യത്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഒരു കാര്യം പലരും വിചാരിക്കുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ കൂടിയപ്പോഴാണ് വലിയ ആമയെ വൃത്തിയായിട്ടുള്ള നിലയിൽ ഇപ്പൊ വാതിലൊക്കെ സ്വന്തമായി തുറന്നു വരുന്നത്. സ്വന്തമായി തുറന്ന് ഇവിടെ വെച്ചല്ല. അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു നോക്കുക. ആമേൻ ഇതാ വാതിലുകൾ സ്വതവേ തുറന്നു കൊടുത്തു. ആമേൻ പുറത്തേക്ക് വരുമ്പോൾ ഇരുമ്പ് വാതിൽ പോലും അവർക്ക് സ്വന്തമായി മാറിക്കൊടുത്തുവെങ്കിൽ അന്നു മുതലേ കമ്പ്യൂട്ടറിലാകുന്ന പ്രവർത്തനം ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ആമേൻ അത് മാത്രമല്ല, അടുത്തൊരു ഭാഗം പറയുമ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും പോരുമ്പോൾ അവസാനം പോയി കൂടെ ആമേൻ അത് സെൻട്രൽ
ലോക്ക് എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്തിട്ട് പോരുക. ആമേൻ. സെൻട്രൽ ലോക്ക് നമ്മുടെ ദൈവമാണ് ആദ്യം സൃഷ്ടിച്ചത്. കാരണം അത് ദാനിയേലിനെ സിംഹത്തിന്റെ കൂട്ടിലിട്ടപ്പോൾ ആമേൻ അവന്റെ അത്തിയെ രാവിലെ പിറക്കിയെടുക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ തമ്പുരാൻ പറഞ്ഞത്, എന്റെ ഭക്തന്റെ മേൽ നിന്റെ ഒരു നെഗർ പോലും തുടങ്ങുമെന്ന് പറഞ്ഞ് തമ്പുരാൻ അവന്റെ വായാണ് ആദ്യം അടച്ചത്. അന്നത്തതാകുന്ന സെൻട്രൽ ലോക്ക് ഇന്ന് വണ്ടികളിലെല്ലാം വെച്ച് പിടിപ്പിച്ചപ്പോൾ ഇപ്പോഴും പണ്ടികൾ കണ്ടുപിടിച്ചവരാണ് പറയുന്നത്, ഞങ്ങളാണ് ബുദ്ധിമാന്മാരില്ല, നീ പ്രമാണം അന്വേഷിച്ച് നോക്ക്. ഈ പ്രമാണത്തിനകത്ത് എന്തെങ്കിലും ഇതുവരെ ചെയ്യുവാൻ ഒരൊറ്റ മനുഷ്യനും സാധിച്ചിട്ടില്ല, ഇനിയിട്ട് സാധിക്കാനും പോകുന്നില്ല. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പുത്തൻ വഴി ആര് തുറക്കുമെന്ന് ചിന്തിച്ച് നീ എന്നിന്റെ മകനും മരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പകൽ പറയുന്നു, മരണമല്ല, പ്രത്യേകം നിനക്കൊരു ജീവിതം, പ്രത്യേകം നിനക്കൊരു നിലവരയ്ക്ക് വേണ്ടി ഒരു പുത്തൻ ഉറവിടം തുറക്കുവാനെന്ന് ദൈവത്തിന്റെ മക്കൾ പ്രത്യേക ചില ഉറവിടമുണ്ട് മക്കളെ. അത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, മനുഷ്യന്റെ കണ്ണിന് കാണുന്നതാകുന്ന പ്രവൃത്തിയാണ് ദൈവിക പ്രവൃത്തി. ആമൻ. ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായി, നാം പ്രത്യേകം കരയുന്നവരായി, നാം പ്രത്യേകം വിമർശിക്കുന്നവരായി, നാം ധ്യാനിക്കുന്നവരായി മാറുന്നുവെങ്കിൽ ഈ യൂയുടെ മണ്ണിലും അതുപോലെ സംഭവിക്കും. ആമേൻ. ഇവിടെ അടുത്ത് നടക്കുന്ന മറ്റൊരു ചർച്ചിൽ കേസിൽ കിടന്ന ഒരു അച്ഛനെ പ്രാർത്ഥിച്ച് ദൈവാത്മ പുറത്തിറക്കി. അവരുടെ ബിസിനസ് എല്ലാം പൊട്ടിപ്പോയി. ദൈവാത്മ പറഞ്ഞു 3-ാമത്തെ ആഴ്ചയിൽ ഇത്ര ഇന്നുപോലെ ദൈവത്തിന് പ്രവർത്തി നടക്കാൻ പോകുന്ന പറഞ്ഞു. ഒരു 3 ദിവസം ഉപസിക്കണം പറഞ്ഞു. ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനെ ഈ സവാള കച്ചവടമായിരുന്നു. എവിടെ നിന്നും അറിയത്തില്ല, എനിക്കിതൊന്നും അറിയാം. ദൈവാത്മ പറഞ്ഞു അന്ന് പറഞ്ഞു വിട്ടു. ചൈനയിൽ നിന്ന് 2 കണ്ടെയ്നറുള്ള സാധനം വന്നു. വേറെ ആൾക്കാർ വന്ന, പക്ഷെ അദ്ദേഹത്തിന് വിൽക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കൂടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ പൈസ തരണ്ട, ഇദ്ദേഹം ഇത് വിറ്റഴിച്ചിട്ട് അതിന്റെ ചെലവായ പൈസ എനിക്ക് തന്നേച്ചാൽ മതി. അദ്ദേഹത്തിന്റെ കൈമുടക്കില്ലാതെ 2 ലോഡ് സാധനം ഇവിടെ വന്നിറങ്ങി. അത് വിറ്റ് കഴിഞ്ഞപ്പോൾ 6000-ൽ പരം ഇവിടുത്തെ പൈസയ്ക്ക് ലാഭവും കിട്ടി. അത്രമാത്രം ഇന്നും നാം അറിയാതെ നമുക്ക് വേണ്ടി ചില ഉറവുകളെ ദൈവത്തിന്റെ അറിയാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവരായി സർവശക്തനാണ്. അതുകൊണ്ട് ഈ വചനം പറയുന്നു, ഇത് മരിക്കുന്ന വചനമല്ല, ഇത് നിത്യമായി ജീവിക്കുന്നതും ജീവിപ്പിക്കുന്ന വചനമാണ്. അത് ഓരോ ദിവസവും ഓരോ നാളും ഓരോരുത്തർക്ക് വേണ്ടി വിവിധമായ അവസ്ഥയിൽ കൂടെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം അതിശക്തിയോടെ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതല്ല. ഇന്നും കർത്താവിന്റെ പ്രവൃത്തിയെ ആർക്കും ചോദ്യം ചെയ്യാതെ വണ്ണം ദൈവാത്മ പഴുതുകളെ അടച്ചുകൊണ്ടാണ് മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലിലും നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ വ്യക്തമായി തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവജനത്തെ ഒരുമിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധാരാളം നന്മകളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ടതിന്റെ വാക്കിൽ കൂടെ വിരാമമിടാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ജനിച്ചത് ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്. ഇപ്പോഴും അതേ ചർച്ചിൽ തന്നെ ഞങ്ങൾ പ്രവർത്തനമായി മുൻപോട്ട് പോകുന്നു. ഞങ്ങളുടെ ചർച്ചിന്റെ പേര് കർമ്മേൽ പെന്തക്കോസ്റ്റ് ചർച്ച് എന്നാണ് ഞങ്ങളുടെ പേര്. കർത്താവിന്റെ കൃപയാൽ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ചെറിയ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചതാണ്. അവിടെ 8 കുടുംബമേ ഉള്ളൂ, 32 പേരുണ്ട്. ആ ഒരു ചെറിയ ബോട്ടിനെ ഇപ്പൊ വേറെ ഇടയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ട് പോരുന്നു, വരുമ്പോ ഇതിനെ തിരിച്ചു കാണണം. അതുകൊണ്ട് അടിച്ചു മാറ്റുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പോരുന്നത്. അതുകൊണ്ട് പലയിടത്തും അങ്ങനെയൊക്കെയാണല്ലോ, പൊക്കഞ്ചവനെ കിട്ടുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും തിരിച്ചു തരാൻ ഉറപ്പൊക്കെ പറഞ്ഞാണ് അടുത്തേക്ക് ഏൽപ്പിച്ചിട്ട് പോരുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം ഇനി ചെന്നതിന് ശേഷവും കർത്താവിന്റെ വീടുന്നതിന് മുൻപോട്ട് ശക്തമായി പ്രവർത്തിക്കുക. എന്നെ ഓർത്ത് എന്റെ പ്രവർത്തനത്തെ ഓർത്ത് എനിക്ക് ഭാര്യ 2 മക്കളുണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കുന്നെങ്കിലും എന്റെ മോന് 22 വയസ്സേ ഉള്ളൂ, എന്റെ മോക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാനും ഇത്രയും ഇപ്പൊ അവരെല്ലാം എന്നെക്കാളും വലുതുമായി. എന്താ ചെയ്യാനാ? കാലത്തിന്റെ പോകെ. അപ്പൊ എന്തായാലും ദൈവം അറിയാൻ ഇത്രത്തോളം ദൈവമാത്മാ സഹായിച്ചു. ഇന്ന് രാത്രി പകലിൽ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം ഒരുക്കി തന്ന ദൈവദാസന്, ദൈവസഭയ്ക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചു വാക്കുകൾ കർത്താവ്